മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന ദുൽഖർ സൽമാൻ്റെ സിനിമയിലെ പഞ്ച് ഡയലോഗ് കേട്ടത് മുതൽ മനസ്സിൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ് അങ്ങോട്ടേക്കുള്ള യാത്ര. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് നമ്മുടെ ഈ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കോട്ടയം ജില്ലയിലെ പാലയിൽ നിന്നാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. മൂന്നാറിൽ എത്തിയതിന് ശേഷം മൂന്നാറിൻ്റെ കാഴ്ചകളൊക്കെ രാവിലെ ആസ്വദിച്ചതിന് ശേഷം അവിടെ നിന്ന് ഏകദേശം ജസ്റ്റ് 2 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള മൂന്നാറിൻ്റെ KFDC ഓഫീസിലോട്ട് ഞങ്ങളെത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെക്കിൻ്റെ സ്റ്റാർട്ടിങ്. ഈ കാണുന്ന സ്റ്റെപ്സ് കയറി വേണം നമ്മൾ ഇവിടുത്തെ ഓഫീസിലോട്ട് എത്തിപ്പെടാനായിട്ട്. ഈ പരിസരം മുഴുവനും നല്ല രസമുള്ള ചെടികളും പൂക്കളുമായിട്ട് നല്ലൊരു പ്ലാന്റ് നഴ്സറി പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ആ ഓഫീസ്. നമുക്കുള്ള ജീപ്പ് റെഡിയാണ്. KFDCയുടെ ഓഫീസിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂറോളം ട്രാവൽ ചെയ്താൽ മാത്രമേ നമുക്ക് താമസിക്കാനുള്ള മീശപ്പുലിമലയുടെ ലൊക്കേഷനിൽ എത്തിച്ചേരത്തുള്ളൂ. ഈ താമസിക്കുന്നതിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ബേസ് ക്യാമ്പ്, അതായത് ടെൻറ്റ് സ്റ്റേ. പിന്നെ വരുന്നതാണ് റോഡോ മാൻഷൻ. അത് നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അവിടെ. മീശപ്പുലിമല ട്രെക്കിംഗ് എന്ന് പറയുന്നത് വളരെ ലെങ്ത് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആവശ്യം വേണ്ട സ്നാക്സ് എല്ലാം വാങ്ങിച്ച് നമ്മൾ കയ്യിൽ വെക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീപ്പ് ഒരു സ്ഥലത്ത് നമുക്ക് നിർത്തി തന്നു. അതാണ് ഈ കാണുന്ന സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് സൈലൻറ്റ് വാലി. എനിക്ക് ഈ കാണുന്ന ആളുകളോട് വളരെയധികം അസൂയ തോന്നി. കാരണം ഞാനൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. എനിക്ക് ഇവരോട് ഇതുപോലത്തെ സ്ഥലത്തൊക്കെ കളിക്കാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നെ, അത് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ പ്ലെയേഴ്സിനൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവും. നിങ്ങൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാം നല്ല അടിപൊളി ഫ്രെയിമാണ്. ചുറ്റും മലകൾ, കാശ്മീരിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധമുള്ള നല്ല വാലി നമുക്ക് കാണാം. അത് അടിപൊളി താഴ്വാരം, പിന്നെ ആ ഒരു ചെറിയൊരു കടയോടെ. ഈ ഒരൊറ്റ കട മാത്രം ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടുള്ളൂ. ഇവിടുന്ന് വേണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ വേറെ നമുക്ക് കടകൾ അവൈലബിൾ അല്ല. അപ്പോൾ നാളേക്ക് വേണ്ടിയുള്ള ആവശ്യ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മസ്റ്റായിട്ട് നമ്മൾ വാങ്ങിക്കണം. ഈ സ്ഥലം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുള്ളാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ സ്ഥലം നമുക്ക് സ്വർഗമായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ഈ കാണുന്ന പശുക്കിടാങ്ങളൊക്കെയാണ് ഇവിടുത്തെ മാലാഖമാർ. കാരണം ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് താമസിക്കാൻ ഒരു യോഗം തന്നെ വേണം ഉറപ്പായിട്ടും. ഞാനിത് വെറുതെ പൊക്കിയടിച്ച് പറയുന്നതല്ല. എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ മീശപ്പുലിമലയിലോട്ടാണ് ഞാൻ പോകുന്നത്, പക്ഷേ എനിക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിൽ ട്രാവൽ ചെയ്തവർക്ക് അറിയാം ഞാനിത് എന്താണ് പറയുന്നത് എന്നുള്ളത്. ഇവിടെ ചെറിയൊരു നമുക്കൊരു ചേർച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഈ ചേർച്ചിൻ്റെ പരിസരമൊക്കെ ഭയങ്കര രസമായിട്ടാണ് കാണാനായിട്ട്. ഒരു ചെറിയൊരു സ്കൂളുണ്ട്. ഈ ആളുകളെ കണ്ട് എന്ത് രസമായിട്ട് അവരവിടെ ഇരിക്കുന്നതും ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കണത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഒരു അസൂയ സത്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ സാലറി നാട്ടിൽ കിട്ടുന്നുള്ളൂ. കുടുംബം നോക്കേണ്ട കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ പലരും പുറത്ത് പോയിട്ട് നമ്മൾ കഷ്ടപ്പെടുവാണല്ലേ. സാലറി കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് നമ്മുടെ നാടിനെ നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള അവസരങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോപ്പായിട്ടുള്ള നമ്മുടെ ബേസ് ക്യാമ്പിൽ എത്തി. ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ടെൻറ്റ് സ്റ്റേ ആണ്. ഞാൻ പറഞ്ഞു നമുക്കിവിടെ മീശപ്പുലിമലയിൽ ഗവൺമെൻറ്റിൻ്റെ താമസിക്കാനുള്ള ഓപ്ഷൻസ് 2 എണ്ണമാണ് വരുന്നത്. ഒന്ന് ടെൻറ്റ് സ്റ്റേയും പിന്നെ മറ്റൊന്ന് റോഡോ മാൻഷൻ ഞങ്ങളിപ്പോൾ പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ റോഡോ മാൻഷനിലാണെങ്കിൽ കൂടിയും തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം മുകളിലോട്ട് കയറി പോകാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം തീർച്ചയായിട്ടും ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതാണ് ബേസ് ക്യാമ്പിൻ്റെ കയറി വരുമ്പോഴുള്ള വ്യൂ. നല്ല രസമായിട്ട് എല്ലായിടത്തും പച്ചപ്പ് കാണാം. അങ്ങേയറ്റത്ത് ടെൻറ്റും കാണാൻ പറ്റുന്നുണ്ട്. രാത്രി കിടക്കാനൊക്കെ ആയിട്ട് അവർ സ്ലീപ്പിംഗ് ബാഗ്സ് തീർച്ചയായിട്ടും തരുന്നതാണ്. പക്ഷേ തണുപ്പത്ത് ടെൻറ്റിലാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതിൻ്റെ റേറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ 4000 രൂപയാണ് 2 പേർക്ക് ഈ കംപ്ലീറ്റ് പാക്കേജിന് വരുന്നത്. ഞങ്ങളന്ന് ചെക്ക് ചെയ്തപ്പോൾ 4000 രൂപയായിരുന്നു. റോഡോ മാൻഷനെ മറ്റും നോക്കുവാണെങ്കിൽ അതിന് നേരെ ഇരട്ടിയാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ തീർച്ചയായിട്ടും പറയുന്നതാണ്. അപ്പോൾ ക്യാമ്പിൽ നമ്മൾ താമസിക്കുന്നവരാണെങ്കിൽ അവിടെ ഇറങ്ങി അതിന് തൊട്ടടുത്ത് ഒരു ചെറിയ വാട്ടർഫോളൊക്കെ കാണാൻ പോകുന്നതാണ്. ലോക്കലായിട്ടുള്ള ആ ഒരു ട്രക്കിങ്ങൊക്കെ നടത്താവുന്നതാണ് ഈവനിങ്ങിൽ. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് നമ്മൾ കയറി ഏകദേശം 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 35-40 മിനിറ്റ് എടുത്തിട്ട് വേണം ഇതിന് മുകളിലുള്ള റോഡോ മാൻഷനിലോട്ട് എത്താനായിട്ട്. റോഡോ മാൻഷൻ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും മുകളിലാണ്. അതായത് 8600 സംതിങ് അടി മുകളിലാണ് നമ്മൾ ഈ റോഡോ മാൻഷൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മൾ കാണാൻ പോകുന്ന മീശപ്പുലിമലയുടെ വ്യൂ
ആ തൊട്ടടുത്താണ്. ജസ്റ്റ് ഒരു ചെറിയൊരു മല കയറി കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് പോയിൻറ്റും സൺസെറ്റ് പോയിൻറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തണുപ്പ് കൂടുതലായിരിക്കും എന്ന് വിചാരിച്ചാലും പക്ഷേ നമുക്കത് ഫീൽ ചെയ്യില്ല. കാരണം അത് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്. ബേസ് ക്യാമ്പിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ കോൺക്രീറ്റ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അകത്ത് നമ്മൾ സേഫായിട്ടിരിക്കും. അപ്പോൾ താമസിക്കാൻ എന്തുകൊണ്ടും സൗകര്യവും നല്ലതും സത്യം പറഞ്ഞാൽ റോഡോ മാൻഷനാണ്. അങ്ങനെ ഞങ്ങൾ റോഡോ മാൻഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു പാർക്കിംഗ് ഏരിയ നമുക്കിവിടെ കാണാം. ഒത്തിരി വലുതല്ല, അത് വലുതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരുപാട് വണ്ടികൾ ഇവിടെ വരത്തില്ല. നമുക്ക് താമസിക്കാനുള്ള കോട്ടേജസ് വളരെ ലിമിറ്റഡ് ആണ് ഇവിടെ ഉള്ളത്. ഒരു 3-4 സംതിങ് ഉള്ളൂ അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ആളുകളെ ഇവിടെ വരത്തുള്ളൂ. നമുക്ക് ഓൺലൈനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് കണ്ടു. നല്ല നീറ്റായിട്ട് നമ്മളെല്ലാ കോട്ടേജും ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ആ കാണുന്ന ബിൽഡിങ്. ഞങ്ങളിവിടെ എത്തി, ഞങ്ങളെ ബാഗ് വെച്ചു, നേരെ ഞങ്ങൾ മല കയറാനാണ് പോയത്. കാരണം ഓൾറെഡി ഞങ്ങൾ കുറച്ച് ലേറ്റായി, ഇവിടെ നിർത്തി ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ ഈ കോട്ടേജിൽ എത്തിയത്. റോഡോ മാൻഷനിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. അപ്പോൾ നമുക്ക് സൺസെറ്റ് കമ്പൽസറി ആയിട്ട് നമുക്ക് കാണണമായിരുന്നു. അതുകൊണ്ട് തന്നെ ബാഗ് സാധനങ്ങളൊക്കെ ഞങ്ങൾ റൂമിൽ വെച്ചതിന് ശേഷം ഈ കാണുന്ന ചെറിയൊരു മല മാത്രമേ ഉള്ളൂ. ഈ ഒരു മല കയറി കഴിഞ്ഞാൽ നമ്മൾ സൺസെറ്റ് പോയിൻറ്റിലോട്ട് നമ്മൾ എത്തുവാണ്. നമ്മൾ താമസിക്കുന്ന റോഡോ മാൻഷൻ്റെ ചെറിയൊരു വ്യൂ നമുക്കിവിടെ നിന്ന് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് വരുന്നവരോട് എനിക്കൊരു കാര്യം മസ്റ്റായിട്ടും പറയണം, നിങ്ങൾ നല്ല ഷൂസ് വേണം കൊണ്ടുവരാനായിട്ട്. നല്ല ഗ്രിപ്പുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഷൂസ് വേണം കൊണ്ടുവരാനായിട്ട്. കാരണം നമ്മൾ ഈ ഒരു ട്രിപ്പ്, എസ്പെഷ്യലി നമ്മൾ നാളത്തെ ട്രിപ്പ് നമ്മൾ ലോങ് ട്രക്കിംഗ് ആണ്. അപ്പോൾ നമ്മളെ ടോയൊക്കെ വേദന എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ കുറേ ഇറക്കവും കയറ്റമൊക്കെ കയറാനുണ്ട്. അതുപോലെ ഗ്രിപ്പും പിള്ളേരൊക്കെ ഓടിച്ചാടി നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ തെന്നിയടിച്ച് വിടും. ചെറിയ ചെറിയ കല്ലുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നല്ല ഗ്രിപ്പുള്ള ഷൂസ്, നല്ല ക്വാളിറ്റി ഷൂസ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഞാൻ ആ ഇൻട്രോയിൽ കാണിച്ച സ്ഥലം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല വ്യൂ ആയിരുന്നു. നമ്മുടെ റൈറ്റ് ടൈമിൽ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ ബെസ്റ്റ് ബെഞ്ച് ഇൻ ദ വേൾഡ് എന്ന് തോന്നുന്നു. കാരണം അതുപോലെ വ്യൂ ആണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. ഒരുപാട് സമയം നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല ടൈം സ്പെൻഡ് ചെയ്തു. കാരണം ലിമിറ്റഡ് ആളുകളെ നമുക്ക് റോഡോ മാൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സൺസെറ്റായിരുന്നു കിട്ടിയത്. ഫൈനലി ദ മോസ്റ്റ് അവൈറ്റഡ് ഡേ ഹാസ് കം. നമ്മൾ ഒരുപാട് കാത്തിരുന്ന ആ ഒരു ദിവസം, ആ ഒരു സമയം 5:30 ആയപ്പോഴും ഞങ്ങൾ റെഡിയായി. നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്നുള്ള ആ മറ്റു ഗ്രൂപ്പും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് ഇനി നമ്മൾ ട്രക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ കയറി അതേ മല കയറിയിട്ട് അവിടെ തന്നെയാണ് സൺറൈസ് പോയിൻറ്റും. എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് മാത്രം. അങ്ങനെ രാവിലെ നമ്മൾ ആ കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അതായത് നമ്മൾ ആ അകലേന്ന് സൂര്യകിരണങ്ങൾ ഇങ്ങനെ പല കളേഴ്സിൽ, ആ റിഫ്രാക്ഷൻ കാരണം കൊണ്ടുള്ള കളറുണ്ട്, റെഡ് കളറും മഞ്ഞും പല കളേഴ്സ് ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള ആ ഒരു വ്യൂ. അതിൻ്റെ കൂട്ടത്തിൽ ആ ക്ലൗഡ് ബെഡ്, അതായത് കടലാണോ ഇതെന്താ, നമുക്ക് ഒരു മായാലോകത്തിലൊക്കെ നമ്മൾ ഈ അവതാർ മൂവിക്കകത്തൊക്കെ നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ വെള്ള കളറിൽ ബ്ലാങ്കറ്റ് പുതച്ച പോലെയുള്ള ഒരു സ്ഥലം, പുതപ്പിച്ച പോലെ സ്ഥലം. ആ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ, സൺറൈസ് ആയിട്ടില്ല. ആ ഒരു വ്യൂ നമ്മൾ ഇതിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. ഇത് എത്ര പറഞ്ഞാലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു മൊമെൻറ്റ് നമ്മൾ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ മസ്റ്റ് വിസിറ്റ് പ്ലേസസിൽ, നമ്മുടെ കേരളത്തിലെ വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ആണെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. ഇത് വരാത്തവരുണ്ടെങ്കിൽ കൊളുക്കുമലയുണ്ട്, കൊളുക്കുമലയും ഇതും ഓക്കെ സിമിലർ വ്യൂ ആണ്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എത്ര പറഞ്ഞാലും അത് എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ 0 നെറ്റ്വർക്ക് ബട്ട് 100% പീസ്. അതാണ് മീശപ്പുലിമല. ഇനി നമ്മൾ ഇവിടുന്ന് ആ സൺറൈസ് പോയിന്റിൽ നിന്ന് നമുക്ക് കാണാം നമ്മൾ താമസിച്ചിരുന്ന റോഡോ മാൻഷൻ. ഈ റോഡോ മാൻഷനിൽ നമ്മൾ മല കയറി വരുന്നത് ഇപ്പോഴും കുറച്ച് പേര് കയറി വരുന്നുണ്ട്. അവർ ലേറ്റാണ്, പക്ഷെ നമുക്ക് കാണാം അവർ കയറി വരുന്നത് കാണാം. ഇനി ഈ ഒരു ചെറിയ മലയുടെ നേരെ അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് കാണുന്നുണ്ട്, അതാണ് സൺറൈസ് പോയിൻ്റ്. ഇനി ഇത് സൺറൈസ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ ആയിരിക്കുമല്ലോ സൺസെറ്റ് വരുന്നത്. അപ്പോൾ അവിടെയായിരുന്നു നമ്മൾ ഇന്നലെ പോയത്. ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ നേരെ അങ്ങ് അറ്റത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെയായിരുന്നു ആ ബെഞ്ചൊക്കെ ഇട്ടിരിക്കുന്ന സൺസെറ്റ് പോയിൻ്റ്. നമ്മൾ അവിടെ നിന്ന് ഒരുപാട് നേരം സൺറൈസ് പോയിൻ്റ് നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു, സൺറൈസ് എൻജോയ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ട്രക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി മല ഇറക്കവും കയറ്റവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഷൂസ് നമ്മൾ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. കാരണം നമുക്ക് കാണാം കുറേ മല കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. അപ്പോൾ നമ്മൾ വേദന എടുക്കാതിരിക്കണമെങ്കിൽ നല്ല ഷൂസ് ആയിരിക്കണം. അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇനി നിങ്ങൾക്ക് ചിലർക്ക് സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ ആ പർട്ടിക്കുലർ ഒരു സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് റോഡോഡെൻഡ്രോൺ എന്ന് പറയുന്ന പ്ലാന്റ്.
ഇപ്പം നമ്മൾ ഈ പ്ലാന്റിൻ്റെ പേരിലാണ് നമ്മൾ താമസിക്കുന്ന ആ സ്ഥലം റോഡോ മാൻഷൻ എന്നറിയപ്പെടുന്നതും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. ഇനി വെള്ളം നമുക്ക് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഫ്രഷ് വാട്ടർ കളക്ട് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു വളരെ റെജ്യൂവിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. നമ്മളങ്ങനെ ട്രെക്കിങ് കണ്ടിന്യൂ ചെയ്തു. നോക്കി നമ്മൾ അങ്ങ് അകലെ മുതൽ, അതായത് പല പല മലകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മീശപ്പുലിമല എന്ന് പറയുന്നത് ഏകദേശം 8 മലകൾ കയറിയിട്ടാണ് നമ്മൾ ഈ ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നമ്മൾ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് ഈ ഗൈഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈഡ് പല ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പലരും അവർക്കുള്ള ഡൗട്ട്സും ചോദിക്കുന്നുണ്ട്. തെന്നി വീണാൽ എന്ത് ചെയ്യും, ഇവിടെ അടുത്ത് നമുക്ക് ഹോസ്പിറ്റൽ പോലും ഇല്ലല്ലോ, എങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷേ ഗൈഡ് പോകുന്ന വഴിയിലൂടെ മാത്രമേ പോകാനും പാടുള്ളൂ. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാലും, കാരണം തൊട്ടടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു 4 hours അല്ലെങ്കിൽ 4.5 hours ഒക്കെ എടുക്കുന്ന ട്രക്കിംഗ് ആണ്. നമ്മൾ സ്റ്റാമിന അനുസരിച്ചിട്ട് ഉറപ്പായിട്ടും നമ്മൾ ആ ട്രക്കിംഗ് അവേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ പതിയായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ വളരെ രസമാണ് കേട്ടോ. അപ്പോൾ പലയിടങ്ങളിലും നമ്മളിങ്ങനെ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, പല ഫോമിലുള്ള വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നല്ല രസമാണത് കാണാനായിട്ട്. അപ്പോൾ കുറേ മൊട്ടക്കുന്നുകൾ പോലെ കുന്നുകൾ. പക്ഷേ ഇത് നമ്മളിവിടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് മൊട്ടക്കുന്ന് പോലെ തോന്നുന്നത്. പക്ഷെ വലിയ മരങ്ങളില്ല ഇവിടെ, അതൊരു പ്രത്യേകതയാണ്. ഇപ്പം മീശപ്പുലിമല എന്ന് പറയുന്നത്, ഞാൻ പണ്ട് ആലോചിച്ചിരുന്നു മീശ പുലിമല എന്തെങ്കിലും മീശ റിലേറ്റഡ് ആണോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ആക്ച്വലി മീശപ്പുലിമല എന്ന് പറഞ്ഞാൽ ഈ ഒരു പുല്ലുണ്ടല്ലോ, ഈ കാണുന്ന പുല്ല് കണ്ടോ, അതിൻ്റെ ആ മീശ പോലെ ഇരിക്കുന്ന ഇതിനെയാണ് മീശപ്പുല്ലെന്ന് പറയുന്നത്. ആക്ച്വലി ആ ചെടീനെയാണ് മീശപ്പുല്ലെന്ന് പറയുന്നത്, ആ ഒരു നീളത്തിലിരിക്കുന്ന ചെടിയിൽ. അപ്പോൾ ആ പുല്ലിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഒരു മല അല്ലെങ്കിൽ ഈ ഒരു ട്രക്കിംഗ് എല്ലാം നമ്മൾ മീശപ്പുലിമല എന്നറിയപ്പെടുന്നത്. പിന്നെ റോഡോ എന്ന് പറയുന്ന ആ പ്ലാന്റും കൂടി ഇവിടെ ഉണ്ട്. പക്ഷേ മീശപ്പുൽ എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ, അതാണ് മീശപ്പുലിമല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, അങ്ങേ അകലെ ഇപ്പോഴും ആളുകൾ അവിടെ നിൽക്കുവാണ്. അവർ വന്നിട്ടില്ല ഇങ്ങോട്ട്, ചിലർ ഇറങ്ങിയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ റോഡോഡെൻഡ്രോണിൻ്റെ ചെടി. നമുക്ക് ആ റെഡ് കളർ ഫ്ലവർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റോഡോഡെൻഡ്രോണിന് ആ ഒരു പ്ലാന്റിന് തന്നെ 1000-ലധികം സ്പീഷീസ് ഉണ്ട്. ആക്ച്വലി ഹിമാലയൻ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, പക്ഷേ നമുക്ക് ഇവിടെയും കാണപ്പെടുന്നുണ്ട്. മീശപ്പുലിമല ട്രക്കിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞാൻ കരുതിയിരുന്നത് നമ്മുടെ സൺറൈസ് പോയിൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റ് എന്നാണ്. പക്ഷെ അത് മാത്രമല്ല, അതും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മല കയറി വരുമ്പോഴാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം ക്ലൗഡ് ബെഡൊക്കെ എന്ത് ക്ലോസ് ആയിട്ടാണ് നമ്മൾ കാണുന്നതെന്ന് അറിയോ. അതും വിശാലമായിട്ട് നീണ്ട് പരന്നിങ്ങനെ കിടക്കുക, കടൽ പോലെ. ഇത്രയും ക്ലോസ് റേഞ്ചിൽ നമുക്കിത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, സന്തോഷമുണ്ടല്ലോ, അത് വേറെ ഒരു ലെവൽ തന്നെയാണ്. അത് പറഞ്ഞറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് മീശപ്പുലിമല ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സീസൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ലൊരു സീസണിൽ മാത്രമേ നമുക്കിതുപോലെ വ്യൂ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒരു റെയിനി സീസൺ ആണെങ്കിൽ, അല്ലെങ്കിൽ പക്ക ഫോഗി ഡേ ഒക്കെ ആണെങ്കിൽ മൊത്തം ഫോഗ് അടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലെ അകലയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല. ഡിസംബർ മന്തിൽ ഞാൻ ഓർത്തത് ഫോഗി ആയിരിക്കുന്നതാണ് ഓർത്തത്, പക്ഷേ ഡിസംബർ പെർഫെക്റ്റ് ടൈമാണ്. കാരണം വിസിബിലിറ്റി പക്കയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീസൺ ടൈമിൽ നമ്മൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ തന്നെയാണ് നമ്മൾ ബുക്കിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ റോഡോ മാൻഷൻ ആണോ അതോ 10 സ്റ്റേ ആണോ ബേസ് ക്യാമ്പിലാണോ വരേണ്ടത് എന്ന് നമ്മൾ ഡിസിഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ അവൈലബിലിറ്റിയും കൂടി നമ്മൾ നോക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. നമ്മൾ മീശപ്പുലിമല എന്ന് പറയുന്ന 8 മലകൾ കയറിയിട്ടാണ് നമ്മൾ ഈ ട്രക്കിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്.
അങ്ങനെ ഒരു വലിയൊരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഒരു മെയിൻ നമ്മൾ ആ വ്യൂ പോയിൻറ്റ് സൺറൈസ് കഴിഞ്ഞു, അതിനുശേഷം ഇപ്പോൾ കണ്ട നമ്മൾ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മളൊരു മെയിൻ സ്ഥലങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ പല ഒരു ഏരിയയിലൂടെ ചുറ്റിക്കറങ്ങി വേണം നമ്മൾ തിരിച്ച് റോഡോമാൻഷനിൽ എത്താനായിട്ട്. ഒരു സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി കുറേ പൈൻ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള പുല്ല്, ഞാൻ പറഞ്ഞ മീശപ്പുല്ലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ചിലർ ഒരുപാട് പുറകിലൊക്കെ നമുക്ക് കാണാം, ഒരുപാട് കുറച്ച് പേര് മുമ്പിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ആ റോഡോമാൻഷൻ്റെ ആ ഒരു മറ്റൊരു സൈഡിലോട്ട് ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ അഖിലയിൽ നിന്ന് കാണാം, പക്ഷെ ഇത് തൊട്ടടുത്തല്ല. ചിലപ്പോൾ തോന്നും തൊട്ടടുത്താണ്, പക്ഷെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ചില ഫാമിലീസ് പിള്ളേരൊക്കെ ഓടി പോകുന്നുണ്ട്, പക്ഷെ അവർ തെന്നിയടിച്ച് വീണിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാം, ഇപ്പോൾ ഡ്രൈ ആയിട്ടൊക്കെ കിടക്കണേ, ചെളിയൊന്നുമില്ല. ഇപ്പോൾ ഡിസംബറിലൊക്കെ പക്ക ക്ലീൻ ആയിട്ടാണ് എല്ലായിടത്തും കിടക്കുന്നത്. പക്ഷേ ചില ഏരിയയിൽ നമ്മൾ മഴക്കാലത്തൊക്കെ വന്നാൽ ഓൾറെഡി ചില ഏരിയയിൽ വെള്ളച്ചാട്ടത്തിന് കാരണം കൊണ്ട് തന്നെ വെള്ളം ചെളിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ മഴക്കാലം കൂടി ആയി കഴിഞ്ഞാൽ ട്രക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഗൈഡ് പറഞ്ഞിരുന്നു, നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ചിലർ അവർ പോകണമെന്ന് പറയുന്നതുകൊണ്ട് അവർ പോകാറുണ്ട്. പക്ഷേ ഇതാണ് റൈറ്റ് ടൈം എന്ന് പറയുന്നത്. വിസിബിലിറ്റി പക്കയാണ്, ചെളിയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ കല്ലുകളുണ്ടാവും, തെന്നിപ്പോവാതെ നമ്മൾ സൂക്ഷിക്കുക. എനിക്ക് മുമ്പിൽ പോയൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്തോ ഒരു കാഴ്ച നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണ്, നമ്മളെല്ലാവരും ക്യൂരിയസ് ആയിട്ട് നോക്കിയപ്പോഴാണ് ഏതോ ഒരു ജീവിയെ കൊന്നിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാലോ കാടിൻ്റെ ഒരു ഭാഗം കൂടിയാണിത്. അപ്പോൾ അത് ചത്തിട്ട് അതിൻ്റെ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള എല്ല് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഡീകമ്പോസ്ഡ് ആയിട്ടുണ്ട്. ഒരു പോത്തിൻ്റെയൊക്കെ തല പോലെയൊക്കെയാണ് തോന്നുന്നത്. ഇപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ സ്ഥലത്ത് വരും പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും, പ്രകൃതി അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രാവലിംഗ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ വേ ഓഫ് ലേണിംഗ് തന്നെയാണ്. പ്രകൃതി ഒരു ടീച്ചറും കൂടിയാണല്ലോ. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ലോങ് ട്രക്കിംഗ് ഏകദേശമൊക്കെ നമ്മൾ അവസാനിക്കാറായി. ഇപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾ റോഡോമാൻഷൻ്റെ പുറകുവശത്തോട്ട് നമ്മൾ എത്തും. അതായത് നമ്മൾ റോഡോമാൻഷൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പാർക്കിംഗ് ഏരിയയിലോട്ട് നമ്മൾ എത്തും. അപ്പോൾ ആ എത്തുന്നതിന് പുറകുവശം നല്ല രസമുണ്ട് കേട്ടോ. ഒരു സൈഡിൽ കുറേ നമ്മളെ പൈൻ വാലി നമുക്ക് കാണാൻ പറ്റും. നല്ല ഒരു വെറൈറ്റി. ഞാൻ ഉത്തരാഖണ്ഡൊക്കെ പോയപ്പോൾ അവിടുത്തെ കണ്ടൊരു പ്രത്യേക ടൈപ്പ് പൈൻ മരങ്ങൾ നമുക്കിവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ തണുപ്പ് സ്ഥലങ്ങളിലുള്ള ഒരു പ്രത്യേക ടൈപ്പ് ചെടികളും മരങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാഴ്ചകൾ നല്ല രസം കേട്ടോ. ഇതിനകത്തോടൊക്കെ നടക്കാം, നല്ല തണുപ്പുണ്ട് ആ ഭാഗത്ത്. ഒരു സൈഡിൽ മലയും മറ്റൊരു സൈഡിൽ ഇത്തരത്തിലുള്ള കുറേ മരങ്ങളും ചെടികളും ഉണ്ട്. ഇതൊരു പ്രത്യേക ഒരു ഏരിയ ആയിരുന്നു. നമ്മൾ വന്നത് കുറേ മീശപ്പുല്ലും റോഡോഡെൻഡ്രോൺ തന്നെ അതിൻ്റെ ആ പ്ലാന്റൊക്കെ ആയിരുന്നു. ഇത് കണ്ടോ, ഫേൺസ് എന്ന് പറയുന്ന ചെടിയാണ്, നമ്മുടെ പന്നലല്ലേ, ഫേൺസ് ആണിത്. ടെരിഡോഫൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്നതാണിത്. പിന്നെ കുറച്ചും കൂടി ആ പൈൻ കോൺസൊക്കെ ഡിഫറെൻറ്റ് മെയിൽ ഫീമെയിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു കോൺസ്. പിന്നെ നമ്മൾ ഏകദേശം കുറേ പേര് വരുന്നുണ്ട്, ഒരുപാട് ടയർഡായിട്ട് ചിലർ വരുന്നുണ്ട്. കുറേ പേര് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, പോകുന്ന വഴിയിലൊക്കെ ഇരിക്കുന്നത് കാണാം. ചിലർ സപ്പോർട്ടിന് വേണ്ടിയൊക്കെ ആ വടിയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഓവറോൾ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ മുൻപോട്ട് നടന്നപ്പോൾ എനിക്ക് തോന്നിയത് ഏകദേശം ഈ സ്ഥലം നമ്മുടെ ഊട്ടി മാതിരി അല്ലെങ്കിൽ വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റിനോടൊക്കെ ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗം നമുക്ക് കാണാം, പൈൻ ഫോറസ്റ്റ് കൊണ്ട് നല്ല പോലെ തിക്കായിട്ടുള്ളൊരു ഏരിയ ആണിത്. ഈ വഴി കണ്ടോ, നേരെ പോവുകയാണെങ്കിൽ അതാണ് ആക്ച്വൽ വഴി. പക്ഷേ ഈ കാണുന്ന ചെറിയൊരു കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മൾ റോഡോമാൻഷൻ്റെ പുറകുവശത്ത് നമ്മൾ ആക്ച്വലി ഒരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ പുറകുവശത്ത് നേരെ റോഡോമാൻഷനിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇത്രയും മല കയറി, ഇനിയിപ്പോൾ ഷോർട്ട് കട്ട് എടുത്താൽ എന്താ കുഴപ്പം, കാരണം അത്രയും ചുറ്റേണ്ട കാര്യമില്ല. മടുത്ത് ആക്ച്വലി ഭയങ്കര ടയേർഡാവും, കാരണം വളരെ ലോങ് ആയിട്ട് ലെങ്ത് ആയിട്ടുള്ള ട്രെക്കിംഗ് ആയിരുന്നു. പക്ഷേ ഇത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ ഇത് കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഇനി നമുക്കതില്ലല്ലോ എന്ന് ആലോചിക്കുമായിരുന്നു. എന്തായാലും ഇനിയും വരണം, മനസ്സിൽ വരണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മളാണ് ഈ ട്രക്കിംഗ് അവസാനിക്കുന്നത് കേട്ടോ. നമ്മൾ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, കാരണം നമ്മൾ സ്നാക്സൊക്കെ മേടിച്ചില്ല. നമ്മളൊരു കടയിൽ നിർത്തിയില്ലേ, ആ കടയിൽ വെച്ച് സ്നാക്സ് ഞങ്ങൾ മറന്നു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്നാക്സ് ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ നേരെ ട്രക്കിംഗ് കഴിഞ്ഞ് റൂമിലൊന്നും പോയില്ല, നേരെ പോകുന്നത് നമ്മളെ കിച്ചണിലോട്ടാണ്. വരുന്ന വഴി കുറേ വരയാടുകൾ നമ്മുടെ കിച്ചൻ്റെ പരിസരത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പേടിയില്ല കേട്ടോ വരയാടുകൾ. അവരൊരു ചെറിയൊരു ഗ്രൂപ്പുണ്ട്, ഫാമിലിയാണെന്ന് തോന്നുന്നു. അവരവിടെ നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡും ചെയ്യുന്നില്ല, നീയൊക്കെ ഏതടാ നമ്മുടെ സ്ഥലം എന്നൊക്കെ പറയണേ. ഞങ്ങൾ അവരെയും കണ്ട് കുറച്ചും കൂടി ക്ലോസ് റേഞ്ചിൽ കാണുമല്ലേ. അപ്പോൾ അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ സെപ്പറേറ്റ് ആയിട്ട് അപ്പുറത്ത് നിൽപ്പുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാനായിട്ട്. അങ്ങനെ അവരെയും കുറച്ച് നേരം കണ്ടു. അത് നമ്മൾ കിച്ചനകത്തോട്ട് കയറി ചെല്ലുക. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ട്രക്കിംഗ്? അങ്ങനെ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേറ്റിക്കൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് നമ്മുടെ മീശപ്പുലിമലയോട് യാത്ര പറയുവാണ്.
ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ, നല്ല മെമ്മറീസ് ആയിട്ടാണ് പോകുന്നത്. മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മീശപ്പുലിമലയോട് താൽക്കാലികമായിട്ട് വിട പറയുന്നത്. അപ്പോൾ ബൈ റോഡോ മാൻഷൻ. അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറി ഒരു 12 മണിയായപ്പോൾ തന്നെ നമ്മൾ പുറപ്പെട്ടു. ആക്ച്വലി ലഞ്ചും കൂടി കഴിച്ചിട്ട് നമ്മൾ പോയാൽ മതി. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ്, അതുകൊണ്ട് ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ നിന്നില്ല. ലഞ്ചും കൂടി നമുക്ക് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ജീപ്പ് ഡ്രൈവേഴ്സ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മൾ കയറിയ സ്ഥലമില്ലേ KFDCയിൽ, അവിടെയാണല്ലോ നമ്മുടെ വണ്ടിയും കൂടി ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിട്ട് വേണം അവർ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പോകുന്ന വഴിയും തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള എസ്റ്റേറ്റ് കൂടിയാണ് കേട്ടോ ഇത്. വളരെ രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഓവറോൾ നമ്മുടെ മൂന്നാർ മീശപ്പുലിമല ട്രിപ്പ് അത് അടിപൊളിയായിരുന്നു. മൂന്നാർ വിസിറ്റ് ചെയ്യുന്നവർ മൂന്നാറിലെ ആ ഒരു മെയിൻ കാഴ്ചകൾ മാത്രമല്ലാതെ ഇതുപോലുള്ള സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.